പെരുന്നാളിന് പോകേണ്ടത് സുബൈക്കന്നെ പോകുമ്പോൾ പോകാൻ വേണ്ടതെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ല പോക്ക്. നിങ്ങളാരെങ്ങനെ പോയി നോക്കണോ? സുബൈസ്കരിക്കാൻ പോകുമ്പോൾ തന്നെ പുതിയതൊക്കെ ഇട്ട് അത്രയൊക്കെ പൂശി എല്ലാം കഴിഞ്ഞ് പള്ളിക്കണ്ട് പോയിട്ട് എന്നോട് തെക്കുകൾ ചെല്ലം ഇങ്ങനെ ഇരിക്കുക ഖത്തീബ് വരുന്നവരെ. അതാണ് അതിന്റെ ഏറ്റവും നല്ല സുന്നത്തോട് പറയാൻ പോകുന്നുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു പിന്നെ കുളിച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ച് 12 മണിക്ക് തന്നെ കുളിക്കൽ തുടങ്ങി. ചായ കുടിക്കാൻ പാടില്ലാത്ത അടുത്ത പെരുന്നാളിനാണ്. ഇതിൽ കുടിക്കണം വേണ്ട. ചായ ഈത്തപ്പയൊക്കെ തിന്നണമെന്നാണ്. ഈത്തപ്പയം കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ചായന്റെ അടുത്ത് അതെന്ന് പറയുന്നത് ചായ കുടിക്കുക. ഈത്തപ്പയം തിന്നാലും സുന്നത്ത് ഞാൻ കാണിച്ചു തരാം. അതാണ് ഞാനത് വായിക്കാനുള്ള കാരണം. അങ്ങനെ വെച്ചാൽ സുന്നത്തൊക്കെ ഉണ്ട്. ബിരിയാണി തിന്നണമെന്നില്ല, ഈത്തപ്പയം തിന്നണം. പിന്നെ തയ്യുബു സുഗന്ധം പൂശൽ സുന്നത്താണ്. തസയ്യുനു ഭംഗിയാകൽ സുന്നത്താണ്. പുതിയതൊക്കെ അടിച്ചില്ലേ സുന്നത്താ ഭംഗിയാവൽ. വൽ മഷിയു നടന്നു പോകലും. ബൈക്ക് പോകരുത്, നടന്നു പോകണം പള്ളിക്ക്. നല്ല സെക്യൂരത്തോടു കൂടെ പെരുന്നാൾ പള്ളിക്ക് പോകുമ്പോൾ നടന്നാണ് പോകേണ്ടത്. കയ്യെങ്കിൽ കുട്ടിയൊക്കെയാണ് ഇപ്പം ആ പറഞ്ഞതാണ് വളരെ കറക്റ്റ്. ഇപ്പോ പീടിയൊക്കെ പോകാൻ ഒരു പറലാങ്ങ് തേച്ചുണ്ടാവില്ല. അപ്പോഴും കുട്ടികളോട് എന്തെങ്കിലും സാധനം വാങ്ങാൻ പറഞ്ഞാൽ വണ്ടിയുടെ ബൈക്ക് വേണം. പള്ളിക്ക് പോകും ബൈക്ക് വേണം എല്ലാ കുട്ടികൾക്കും. നമ്മളെ പേരൊക്കെ അങ്ങനെ തന്നെയാണ്. എൻ്റെ പേരൊക്കെ പള്ളിൻ്റെ അടുത്താ. ജമാഅത്തിനൊക്കെ പോകാൻ പറഞ്ഞാൽ കാണാം ബൈക്ക് എടുത്തിട്ടാണ് പോകണം. എത്ര അടുത്തറിയാം നമ്മളെ വരാ പള്ളിൻ്റെ. മൈദിൻ്റെ ഒപ്പം പോകുമ്പോഴൊക്കെ അങ്ങനെ തന്നെ വണ്ടി എടുക്കരുത്, നടന്നാണൊക്കെ പോകേണ്ടത്. ആ ചവിട്ടരിക്കാണ് കൂലി. ഞാൻ അഥവാ വണ്ടി എടുക്കുകയാണെങ്കിൽ വണ്ടിക്കാരൊക്കെ ബാക്കിലാണ് പോകേണ്ടതെന്നാണ്. വണ്ടിക്കാർ മുമ്പിലല്ല പോലെ. അതിന് അന്നത്തെ വണ്ടി പറഞ്ഞാൽ ഒട്ടകം കുതിരൊക്കെയാണ്. നടന്നു പോകണവർ മുമ്പിലും വണ്ടിക്കാർ ബാക്കിലും. മയ്യത്ത് എവിടെ വേണ്ടത്? മയ്യത്തുണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? മയ്യത്ത് ഏറ്റവും ബാക്കിലാണ് വേണ്ടത്. അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നമ്മൾ പറയലത് എന്താ, കുറച്ചാൾക്കാണ് നടന്നോളേര് കണ്ടെടുക്കും. അതാണ് ഞാൻ പറഞ്ഞത് നടുവിലല്ലേ. അത് കേട്ടേക്കാരച്ച് കുറച്ചാളാണ് നടന്നോളി പറഞ്ഞത് കോയ മനസ്സിലാക്കിയാണ് നടുവിലാണ്. ആ കുറച്ചാളെ നടന്നോളിന്നുണ്ട് എല്ലാ നാട്ടിലും ഉണ്ട്. കിതാബിൽ പറഞ്ഞു മയ്യത്ത് ഏറ്റവും ലാസ്റ്റാണ്. മയ്യത്തല്ല ഇപ്പൊ വിഷയം, പെരുന്നാൾ മയ്യത്ത്. ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിൽ പറയണം ബൽ ഔല ജുമേനെക്കാട്ടിലും ഉഷാറാക്കണം ഭംഗിന്ന്. കാരണം എന്തുകൊണ്ടില്ല എന്നോ യൗമു സീനത്തിൻ, ഇത് ഭംഗിയാവേണ്ട ദിവസമാണ്. ജുമയ്ക്ക് പറഞ്ഞതൊക്കെ ബാധകമാണ്. വെള്ളിയാഴ്ച പറഞ്ഞ എല്ലാ കാര്യങ്ങളും പെരുന്നാളിനും ബാധകമായിട്ട് ഒരു കാര്യം പറയേണ്ട ഒരു മസല എന്താ അറിയോ? ഒരു കാര്യത്തിലേക്ക് ഫി ഒരി അബിയല്ല, വെളുത്തതല്ലാത്തൊരു ഡ്രസ്സ് അറുഫ മിന്നു, വെളുത്തിനേക്കാൾ വില ഉയർന്ന മുന്തിയ കീമത്തൻ ഫൈനോലോ ഫുതലോ. അപ്പൊ ആ വെള്ളമല്ല അവിടെ നല്ലത്, വെള്ളം അല്ലാത്തതാണ് നല്ലത്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇങ്ങനെ പെരുന്നാളിന് ഇങ്ങനെ നിസ്കരിക്കാൻ പോകുന്ന വെള്ള ഡ്രസ്സുണ്ട്, കളറുണ്ട്. കളറും വെള്ളയുണ്ട്. മുന്തിയതും വിലപ്പിടിപ്പുള്ളതും ഏതാണ്? കളറാണ്. ഞാൻ കളറിടണ്ട്, വെള്ളമെല്ലാം ഇടണ്ട് പെരുന്നാളിന്. വെള്ളിയാഴ്ച വെള്ള തന്നെയാണ്. വെള്ളിയാഴ്ച വെള്ളനേക്കാൾ എത്ര മുന്തിയ വേറെയും വെള്ളക്കാണ് പ്രാധാന്യം. പെരുന്നാളിന് വെള്ളക്കല്ല, വെള്ള തന്നെയാണ് നല്ലത്. പക്ഷെ അതിലാറ് നല്ല കളറുണ്ടെങ്കിൽ വിലപ്പിടിപ്പുള്ളതും പുതിയതും കളറാണെങ്കിൽ കളറാണ്. 2 കളർ നമുക്ക് പറ്റൂല കേട്ടോ. ഏതാ? ഒന്ന് മഞ്ഞ ആണുങ്ങൾക്ക് ഹറാമാണ്, കറാത്താണ്. 2 അഭിപ്രായമുണ്ട്. 10 ഹറാമാന്നൊക്കെ പോകണം. പിന്നെ കുങ്കുമ കളർ, ചോപ്പില്ല, കുങ്കുമ കളറാണ് പ്രശ്നം. മുസഅഫറും മുഅസ്ഫറുമാണ്. ആ 2 കളറ് ഹറാമാണെന്നും കറാത്തെന്നും അഭിപ്രായം ആണുങ്ങൾക്ക്.